ബഗ്ദാദിന്റെ മണ്ണിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. ഈ പെണ്ണവിടുന്ന് ചെറുപ്പകാലം മുതൽ നല്ലതുപോലെ വളർന്നു വന്നതാണ്, നല്ല നീയത്തോടെ വളർന്നു വന്നതാ. അല്ലാഹുവേ, വേദനപ്പെട്ട് സങ്കടത്തോടെ ദുഃഖത്തോടെ ദുരിതത്തോടു കൂടി കടന്നുകൂടുന്നൊരു കാലഘട്ടമുണ്ട്. എങ്ങനെ ഉള്ള കാലഘട്ടമാണെന്നറിയോ? ഈ പൊന്നുമോള് പട്ടിണിയായി പോയി. എന്റെ സഹോദരങ്ങളെ, ഈ പൊന്നുമോളെ ഉമ്മയും ബാപ്പയും വിട പറഞ്ഞു പോയി. ഈ പ്രിയപ്പെട്ട തങ്കക്കുടം എന്ത് ചെയ്തെന്നറിയോ? ഈ പൊന്നുമോൾ എന്ത് ചെയ്തെന്നറിയോ? അവിടെ നീ പാവപ്പെട്ട പൊന്നുമോള് നല്ല നീയത്തോടെ പാവങ്ങളെ സഹായിക്കാൻ ഒരുമിച്ച് കൂടിയിരുന്നു, നല്ലതുപോലെ കടന്നു പോയിരുന്നു, സന്തോഷത്തോടുകൂടി കടന്നു പോയിരുന്നു. ആരെന്ത് ചോദിച്ചാലും കൊടുക്കും. തന്റെ ബാപ്പ കൊടുത്തിട്ട് പോയവര് മുതല് കുറെ ദീനാറുകളുണ്ട്. ആ ദീനാറുകൾ മുഴുവനും വീടിന്റെ മുമ്പിൽ അപരിചിതരായി കടന്നു വരുന്ന, അവൾ അനാഥ മോളാണെന്ന് പോലും അറിയാതെ കടന്നു വരുന്നവർ ആ വീട്ടിന്റെ മുമ്പിൽ വന്നാൽ അനാഥ കുട്ടിയായ പൊന്നുമോൾ തന്റെ വാപ്പ നിക്ഷേപിച്ചു വെച്ചിട്ട് പോയ അതിൽ നിന്ന് 1 ദിർഹം എടുത്തിട്ട് 2 ദിർഹം എടുത്തിട്ട് 3 ദിർഹം എടുത്തിട്ട് അത് കൊണ്ടുവന്നുകൊണ്ട് കൊടുക്കാറുണ്ട് പാവങ്ങൾക്ക്. നമ്മളാണെങ്കിൽ ചെയ്യോ? നമ്മുടെ വീട്ടിൽ ചെറിയൊരു പ്രശ്നം വന്നാ മതി, നമ്മുടെ വീടിന്റെ ഉള്ളിൽ ചെറിയൊരു പ്രശ്നം വന്നാ മതി. എന്നാൽ ഈ പൊന്നുമോൾ അങ്ങനെയല്ല. തങ്കക്കൂടമാണ് പൊന്നുമോൾ, എന്തൊരു ചേലാണ്, അഴകിൽ വീരിഞ്ഞുള്ള താരകപ്പൂവിൻ മൊഞ്ചാണ്, കനവിലായി വന്നുള്ള വെണ്ണിലാവിൻ പ്രകാശമേ, കനിവിന്റെ പോവാടി ഏറ്റിടുന്നൊരു നാളുമേ, തിങ്കളൂതീത്ത പോൽ ലംഘിടുന്ന മുഖമാണേ, മിന്നാമീനും പോൽ മിന്നിപ്പാറും ഒരു പെണ്ണാണേ. ആരെ കണ്ടാലും 12 വയസ്സുള്ള മകൾ ആരെ കണ്ടാലും പുഞ്ചിരിക്കും. അതൊരു നല്ല സ്വഭാവമാണ്. ഒരു മനുഷ്യനെ കാണുമ്പോ ചില ആളുകൾ ഇങ്ങനെ കല്യാണത്തിനൊക്കെ ഇങ്ങനെ പോയിരുന്ന ചില ഉമ്മമാരൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കും. ഏറ്റവും നല്ല പർദ്ദയാണ് ഇട്ടത്, പിന്നെ നോക്കൂല. ചിലപ്പോ ഇവളെ അടുത്ത് വന്നിട്ട് വല്ലതും പറഞ്ഞാൽ ആ വഴിക്ക് പിന്നെ ചിന്തിക്കൂല. അങ്ങനല്ലേ? അവളെ കയ്യിലേക്ക് നോക്കും, 5 മോതിരമുണ്ട്, ഇനി അവളോടൊന്നും വേണ്ട, ശരിയാവൂല അല്ലേ എന്ന് ചിന്തിക്കുന്നവരാൻ. അല്ലാഹുവേ, മുഖത്തോട്ട് നോക്കിയാ പുഞ്ചിരിക്കാത്തവരാൻ. ഈ പൊന്നുമോൾ അവിടെ ആരെ കണ്ടാലും പുഞ്ചിരിച്ച് തന്റെ കയ്യിലുണ്ടാകുന്ന ആ സമ്പത്തിന്റെ ഒരു ഭാഗം കൊണ്ടുവന്നിട്ട് പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കും. യാ അല്ലാഹ്, ഈ പെണ്ണ് വളർന്ന് വലുതായി നല്ല യുവതിയായി മാറി. ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ആപ്പിള് പോലെ ചുമന്ന തുടുത്ത് വെളുപ്പുള്ള പെണ്ണ്, നല്ല അഴകുള്ള പെണ്ണ്, ഹിജാബിട്ട പെണ്ണ്, ഔറത്ത് മറച്ച് സന്തോഷത്തോടെ കടന്നു വരുന്ന പെണ്ണ്. അങ്ങനെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ ഈ പെൺകുട്ടിയെ മോഹിക്കുകയാണ്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാ. പക്ഷേ അനാഥത്വത്തിന്റെ ആ വലയിൽ കടന്നു പോയിട്ടുള്ള പൊന്നുമോള് അന്ന് സെലക്ട് ചെയ്തത് പാപങ്ങളിൽ പാപപ്പെട്ടവനായ, ഒരു നേരത്തെ ഭക്ഷണം നല്ലതുപോലെ കഴിക്കാൻ നിവർത്തിയില്ലാത്ത ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ സെലക്ട് ചെയ്തു. ഇദ്ദേഹമാണ് എന്റെ ജീവിതത്തിന്റെ തോടര്, വേറെ ആരും വേണ്ട. ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചു വന്നു, ചോദിച്ചു, മോളെ നിന്നെ കെട്ടിക്കൊട്ടെ, സമ്പന്നർ, ഒരുപാട് സമ്പത്തുള്ളവർ. പറ്റൂല. ഞാൻ പറയാം, സമയമായിട്ടില്ല. ആ നാട്ടിലുള്ള ആളുകൾ എല്ലാരും അവിടെ നിന്ന് നടന്നില്ല. അന്നരാ ഒരു പണച്ചാക്കായ പണക്കാരന്റെ കൂടെ ഒരു പാവപ്പെട്ട യുവാവ് കടന്നു വന്നതാ പെണ്ണ് കണ്ടു. ദൂരമായിരിക്കുമ്പോ ഇദ്ദേഹം തിരിച്ചു നടക്കുമ്പോ ചെറുപ്പക്കാരനെ വിളിച്ചു, നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ? ഞാൻ നിങ്ങളെ മോഹിച്ചിട്ടല്ല,
റബ്ബിനെ മുന്നിൽ നിർത്തിയിട്ട് നിക്കാഹ് ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ ഞാനതിന് റെഡിയാണ്. ഇദ്ദേഹം ആ സമയത്തങ്ങ് കരഞ്ഞു, മോളെ എന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു സമ്പത്തില്ല, നിനക്ക് മഹർ പോലും മേടിച്ചു തരാ, എന്റെ കയ്യിൽ ഒന്നുമില്ല, നിനക്ക് മഹർ പോലും മേടിച്ചു തരാനൊന്നുമില്ല. ശരി, വേണ്ട, നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള തന്റെ ഇടമുണ്ടല്ലോ. നിങ്ങൾ 6 ദിവസം അവിടെ നിന്ന് ജോലിക്ക് പോവുക. ആ കിട്ടുന്നത് എന്താണോ 6 ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ കാശ് നിങ്ങൾ എടുക്കരുത്. അത് മാറ്റിവെച്ചിട്ട് നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾ അവിടെ നിന്ന് മഹറിന് വേണ്ടി ഒരുങ്ങണം. മഹറായാൽ എന്നെ നിങ്ങൾ അറിയിക്കണം. അങ്ങനെ അതാ മഹറായിട്ട് വിവരം വന്ന് പറയുന്ന പെണ്ണെ, അൽഹംദുലില്ലാഹ് മഹറായിട്ടുണ്ട്, ഞാൻ എന്റെ ഉമ്മയെ കൂട്ടി വന്ന് വരട്ടെ. ഉമ്മയെ കൂട്ടി വന്നു. ഉമ്മ മകളെ കണ്ടപാട് ഉമ്മയും പറഞ്ഞു, ആഹാ അൽഹംദുലില്ലാഹ് മോനെ, നീ സെലക്ട് ചെയ്ത പെണ്ണ് നിസ്കാരത്തിലാണ്. മോനെ, നീ സെലക്ട് ചെയ്ത പെണ്ണ് നിസ്കാരത്തിലാണ്. അവൾ നിസ്കരിച്ചു വരട്ടെ. രണ്ടാമത് ചെന്നപ്പോ നിസ്കാരം കഴിഞ്ഞു. എഴുന്നേറ്റ് വന്ന പാടെ പുഞ്ചിരിച്ചിട്ട് സലാം പറഞ്ഞു. സലാം പറഞ്ഞ പാടെ തിരിച്ചു വന്നിട്ട് മകനോട് പറയാ, വല്ലാഹ് എന്തൊരു രസമാണ്, എന്തൊരു ചേലാണ്, എന്തൊരു രസമാ മോനെ. അവൾ നിസ്കാരം കഴിയട്ടെ, ഞാൻ അവളെ മുഖം കണ്ടിട്ടില്ല. പിന്നെ വീണ്ടും പോയി. അവിടെ നിന്ന് കണ്ടപാടെ പെണ്ണിങ്ങോട്ട് സലാം പറഞ്ഞു പുഞ്ചിരിച്ചു. നിങ്ങളാരാ? ഞാളിന്റെ ഉമ്മയാ. ഇരിക്കുന്നുമ്മ, ഉമ്മയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. നല്ല മനസ്സോടെ ഉമ്മ അവിടെ ഇരിക്കുകയാണ്. ഉമ്മാക്ക് ഉള്ളതിൽ നല്ല ഒരു വിരിപ്പ് വിരിച്ചു കൊടുത്തു. ആ വിരിപ്പില്ല ഉമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. കനവതിലേ സ്നേഹമേ മണിമുകിലായി പാടുമേ, മലർമണിയിൽ ആമോളും ഉരവിടലായി, എന്നും കനവതിലായി വന്നുള്ള പ്രിയവധുവാണേ. കനവതിലായി ചേരുന്നു, മണിമുകിലായി മാറുന്നു, പ്രിയതോഴൻ ആയെന്നിൽ മാറുവതാണ്. എന്നും ഈ ഭൂവിൽ ഞാനെന്നും ഏകയുമാണ്. ഈ ഭൂമിയിൽ ഞാൻ ഏകയാ. എനിക്ക് നിങ്ങളുടെ മകനെ റബ്ബിനെ മുന്നിൽ നിർത്തി നിക്കാഹ് ചെയ്തെന്നാൽ, വിവാഹം ചെയ്യാനുള്ള അനുവാദം തന്നാൽ എനിക്കതിഷ്ടാണ്. ഉമ്മ പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഞാൻ ഓക്കെയാണ്, ഇവനിക്കും ബാപ്പയില്ല, ഞാൻ ഓക്കെയാ. വീട്ടിലേക്ക് അങ്ങനെ കടന്നു പോയി. കടന്നു വന്നിട്ടോ അവിടെ നിന്ന് പ്രിയപ്പെട്ട ഉമ്മ ഒരു സമ്മാനം കൊണ്ടുവന്നു കൊടുത്തു. അത് ഏതെന്നറിയുമോ? അന്നത്തെ കാലഘട്ടത്തിൽ പെൺമക്കൾ ധരിക്കുന്ന ഏറ്റവും നല്ല അമൂല്യമായ വിലപിടിപ്പുള്ള ഒരു വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, യാ ഇബ്നത്തി, മോളെ നീ ഈ വസ്ത്രം ഒന്ന് അണിഞ്ഞിട്ട് വരാമോ? ഈ ചെറുപ്പക്കാരില്ലാതെ നേരെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, മോളെ മുആദിയ എന്ന പെണ്ണിന്റെ പേര്, മോളെ മുആദിയ, നീ ഈ ഡ്രസ് ഒന്ന് അണിഞ്ഞു വരാവോ, ഉമ്മാക്കൊന്ന് കാണാനാ. ഈ പെണ്ണകത്തേക്ക് പോയി. അവിടെ നിന്ന് നല്ല വസ്ത്രം ധരിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴോ പൂനിലാവും തോറ്റുപോകും, എന്തു ചേലഴകാണ്, അമ്പിളി പോലെങ്കിടുന്ന പൂമുഖവുമതാണ്, മിന്നിടും മിന്നാമിനുങ്ങിൻ ചേല് പോലവളാണ്, കണ്ട് കണ്ണീരാകെ വീണു പാരതിൽ നിറവാണ്. ആ പെണ്ണ വസ്ത്രം ധരിച്ച് കടന്നു വന്ന് കണ്ടപ്പോ ഉമ്മ പറഞ്ഞു, മോളെ എന്ത് രസമാണ്, ഇന്ന് തന്നെ ഉമ്മാക്ക് നിന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോകാമെന്നുണ്ട്. അത് അനുവദനീയമല്ലല്ലോ. അതുകൊണ്ട് മോളെ ഞാൻ നിന്നെ കൊണ്ടുപോകാം, നിനക്ക് വരാൻ പറ്റോ? നീ വന്നു കഴിഞ്ഞാൽ പൊന്നുമോളെ നിന്നെ ഞാൻ കൊണ്ടുപോകും. അവിടെ നിന്ന് സമ്മതിക്കുകയാണ്. നല്ല മനസ്സോടെ നല്ല നീയത്തോടെ. അല്ലാ വിവാഹത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അന്ന്
അന്ന് രാത്രി അതാ ചെറുപ്പക്കാരെ ഉമ്മയും കൂട്ടി വന്ന് പെണ്ണിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, മോളെ നാളെയാണ് നിക്കാഹിന് ഒരുങ്ങിയിരിക്കുന്നത്, പക്ഷേ എനിക്ക് ധരിക്കാൻ ഒരു പുതിയ ഒരു വസ്ത്രം എനിക്കില്ല. നാളെ കല്യാണമാണ്, എനിക്ക് ധരിക്കാൻ നല്ലൊരു വസ്ത്രമില്ല. ഞാൻ എനിക്കുള്ള പഴയ വസ്ത്രം ധരിച്ചിട്ട് വന്നാ മതിയോ? ഞാൻ എനിക്കുള്ള പഴയ വസ്ത്രം ധരിച്ചിട്ട് വന്നാൽ മതിയോ? അൽഹംദുലില്ലാഹ്, നിങ്ങൾ നല്ല മനുഷ്യനാ. പെണ്ണു പറ, നിങ്ങൾ നല്ല മനുഷ്യനാണ്. നിങ്ങൾ പഴയ വസ്ത്രം ധരിച്ചു വന്നാലും എങ്ങനെ വന്നാലും നാളെ നിക്കാഹ് നടക്കണം. ഇല്ലെങ്കിൽ ഇവിടെ പലരും എന്റെ മുമ്പിൽ ഇങ്ങനെ കടന്നു വരും. ഏതായാലും ഉള്ള വസ്ത്രം ധരിച്ചു, നല്ലതുപോലെ പുതുമണവാളൻ ഒരുങ്ങി വന്നു. രാത്രി വന്നവിടുന്ന് കല്യാണം കഴിഞ്ഞു, നിക്കാഹെല്ലാം കഴിഞ്ഞു. തന്റെ പ്രിയപ്പെട്ടവളുടെ അരികത്ത് പോയിരുന്നിട്ട് പുതുമാരൻ ഒരു ചോദ്യമാണ്, മോളെ ഈ രാത്രിയിൽ നിനക്കെന്നോട്, ഈ മധുവിധു കൂടുന്ന ഈ രാത്രിയിൽ നിനക്കെന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞ ഒന്നാമത്തെ ദിവസം, നിനക്കെന്തെങ്കിലും നിന്നെ കല്യാണം കഴിച്ച ഈ പുതുമാരനോട് പറയാനുണ്ടോ? ആ സമയത്ത് ഈ പെണ്ണങ്ങ് കരഞ്ഞു. കരഞ്ഞിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എനിക്ക് അല്ലാഹു നിങ്ങളെ തന്നതെങ്ങനെന്നറിയോ? ഞാൻ എന്റെ നിസ്കാരത്തിൽ ദുആ ചെയ്തു, റബ്ബേ കാണാൻ കൊള്ളാത്തവനാണെങ്കിലും വിരൂപിയാണെങ്കിലും എന്നെ നോക്കുന്ന ഒരാളെ തരണേ റബ്ബേ, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെ തരണേ റബ്ബേ, എന്റെ ജീവിതത്തില് എനിക്ക് താങ്ങും തണലുമാകുന്ന ഒരാളെ എനിക്ക് തരണേ.